ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങി. ഗുജറാത്തിലെ 26 കർണാടകയിലെ 14 മഹാരാഷ്ട്രയിലെ 11 യുപിയിലെ 10 സീറ്റുകളിൽ മൂന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. മധ്യപ്രദേശിൽ 8, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, അസമിലെയും പശ്ചിമബംഗാളിലെയും 4 വീതം സീറ്റുകൾ എന്നിവിടങ്ങളിലും ഈ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ ഈ മാസം 19 വരെയാണ് സമയം. മെയ് 7-നാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബാർമറിൽ ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്തു. ദൌസയിൽ നടന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. ഇന്ന് തമിഴ്നാട് തിരുനെൽവേലിയിൽ എത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ദക്ഷിണ തമിഴ്നാട് മേഖലയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണ പരിപാടികൾ പങ്കെടുത്തു. അതിർത്തി ജില്ലയായ കൃഷ്ണഗിരിയിൽ ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിർമ്മല സീതാരാമൻ പ്രചാരണത്തിനെത്തി. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മധുരയിലെത്തി. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ പാർട്ടി സഖ്യ സ്ഥാനാർത്ഥികൾക്കായി അദ്ദേഹം പ്രചാരണം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളത്തിൽ സജീവമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA പ്രചാരണത്തിനായി തിങ്കളാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും തൃശൂരിൽ കുന്നംകുളത്ത് നടക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കും. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചാലക്കുടി മണ്ഡലത്തിലെ പെരുമ്പാവൂർ, ആലുവ, കയ്പമംഗലം എന്നിവിടങ്ങളിൽ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്തു. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുമായി കമ്മീഷൻ ആശയവിനിമയം നടത്തി. സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ പോലീസ്, പൊതുവിഭാഗങ്ങൾ ഉൾപ്പെടെ 361 നിരീക്ഷകരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സിന് മുകളിൽ പ്രായമായവർക്കും 40% വൈകല്യമുള്ള ദിവ്യാംഗർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൌകര്യം സമ്മതിദായകർ വിനിയോഗിച്ചു തുടങ്ങിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർ പോളിംഗിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളിലേക്ക് ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിയതായി കമ്മീഷൻ അറിയിച്ചു. ലക്ഷദ്വീപിൽ ഇന്ന് അമിനി, അഗത്തി, കിൽത്താൻ, കവരത്തി എന്നീ ദ്വീപുകളിലായി ഹോം വോട്ടിംഗ് ആരംഭിച്ചു. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം അധികൃതർ നടത്തിയ പരിശോധനയിൽ 35.14 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടി. 492.15 ഗ്രാം തൂക്കം വരുന്ന സ്വർണമാണ് ബുധനാഴ്ച ദമാമിൽ നിന്നെത്തിയ 2 യാത്രക്കാരിൽ നിന്ന് പിടിച്ചെടുത്തത്. സ്വർണം ബാർ രൂപത്തിലും നാണയങ്ങളായും ചെയിനുകളായും ധരിച്ചിരുന്ന വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും മറ്റ് 8 ക്ഷേത്രങ്ങളിലും കൊടിയേറ്റം ആഘോഷമായാണ് നടത്തുക. ബുധനാഴ്ച വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട്. 19-നാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. വിഷുക്കണി ദർശനത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം. നാളെ രാത്രി 9:30 അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൽ ഓട്ടുരുളിയിൽ വിഷുക്കണി ഒരുക്കും. വിഷുദിനമായ മേടം 1 പുലർച്ചെ 4 മണി മുതൽ 7 മണി വരെയാണ് വിഷുക്കണി ദർശനം. കേരളത്തിൽ ഉയർന്ന താപനില തുടരവെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. വേമ്പനാട് കായലിന് കുറുകെ ആലപ്പുഴ, കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കം ബണ്ടിന്റെ 21 ഷട്ടറുകൾ ഇന്ന് തുറന്നു. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതുകൊണ്ട് കുട്ടനാട്ടിലെ കൃഷിക്ക് ദോഷമുണ്ടാവുകയില്ല എന്ന കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഷട്ടറുകൾ ഉയർത്താൻ തീരുമാനമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകർക്കായി തയ്യാറാക്കിയ കൈപ്പുസ്തകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. 1951 മുതൽ 2019 വരെ സംസ്ഥാനത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.